ഇന്ന് മാർക്കണ്ഡേയൻ്റെ കഥ കേട്ടാലോ. വളരെ കാലങ്ങൾക്ക് മുമ്പ് മൃഗണ്ടു എന്നൊരു മുനി ഉണ്ടായിരുന്നു. സൽസ്വഭാവിയും പരമശിവഭക്തനുമായിരുന്നു അദ്ദേഹം. എങ്കിലും വിവാഹം കഴിഞ്ഞ് ഏറെ കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. ദുഃഖിതനായ മുനി പല നേർച്ചകളും വഴിപാടുകളും നടത്തി. എങ്കിലും അദ്ദേഹത്തിന് സന്താനഭാഗ്യം ലഭിച്ചില്ല. ഒടുവിൽ ദുഃഖിതനായ മുനി പുത്രലബ്ധിക്കായി ശ്രീ പരമേശ്വരനെ തപസ് ചെയ്തു. നീണ്ട നാളത്തെ തപസ്സിൻ്റെ ഫലമായി ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. മൃഗണ്ടു ശിവനെ തൻ്റെ ദുഃഖം അറിയിച്ചു. അപ്പോൾ ഭഗവാൻ മൃഗണ്ടുവിനോട് ഇപ്രകാരം ചോദിച്ചു: ഹേ മൃഗണ്ടു, അങ്ങേക്ക് 16 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന ഒരു ഉത്തമ പുത്രനെയാണോ അതോ ദീർഘായുസ്സുള്ള ഒരു നീചപുത്രനെയാണോ വേണ്ടത്? എങ്ങനെയുള്ള മകനെയാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അതിനു മറുപടിയായി മൃഗണ്ടു പറഞ്ഞു: ഭഗവാനെ പരമേശ്വര, എനിക്കൊരു ഉത്തമ പുത്രനെ നൽകി അനുഗ്രഹിക്കുക. ശിവൻ ആ വരം നൽകി മുനിയെ അനുഗ്രഹിച്ചു. സന്തുഷ്ടനായ മുനി ആശ്രമത്തിൽ മടങ്ങിയെത്തി ഭാര്യയെ എല്ലാ വിവരങ്ങളും ധരിപ്പിച്ചു. ഭഗവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ അധികം വൈകാതെ മൃഗണ്ടുവിൻ്റെ ഭാര്യ ഗർഭിണിയായി. യഥാകാലം ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അതിതേജസ്വിയായ ആ കുട്ടിക്ക് അവർ മാർക്കണ്ഡേയൻ എന്ന് നാമകരണവും ചെയ്തു. മാതാപിതാക്കളെ പോലെ തന്നെ മാർക്കണ്ഡേയനിലും കുട്ടിക്കാലത്ത് തന്നെ ഈശ്വരവിശ്വാസം വേരൂന്നിയിരുന്നു. അവൻ നിത്യവും ശിവക്ഷേത്രത്തിൽ പോയി പൂജയും മറ്റും നടത്തി വന്നു. ബാല്യത്തിൽ തന്നെ മാർക്കണ്ഡേയൻ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യം നേടിയിരുന്നു. ഗുരുജനങ്ങൾക്കെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും പാണ്ഡിത്യത്തിലും അഭിമാനം തോന്നി. വളരെ പെട്ടെന്ന് തന്നെ അവനൊരു ജ്ഞാനിയായി മാറിയിരുന്നു. അവൻ വളരും തോറും മാതാപിതാക്കൾക്ക് ദുഃഖവും വർദ്ധിച്ചു വന്നു. അവൻ്റെ ആയുസ്സിനെ കുറിച്ചോർത്ത് ആ ദമ്പതിമാർ കണ്ണീരൊഴുക്കി. തൻ്റെ മകന് ദീർഘായുസ്സുണ്ടാകാൻ അവർ സകല ദൈവങ്ങളെയും മനമുരുകി പ്രാർത്ഥിച്ചു. അമ്പലങ്ങളിൽ പൂജയും വഴിപാടുകളുമായി അവർ കാലം കഴിച്ചു. എങ്കിലും തങ്ങളുടെ ദുഃഖം മകനിൽ നിന്നും മറച്ചു പിടിക്കുക തന്നെ ചെയ്തു. എന്നാൽ ബുദ്ധിമാനായ മാർക്കണ്ഡേയനാകട്ടെ തൻ്റെ മാതാപിതാക്കൾ ഏതോ വലിയ ദുഃഖത്തിനടിമകളാണെന്ന് മനസ്സിലാക്കുകയും അതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ മാർക്കണ്ഡേയൻ്റെ ആയുസ്സിനെ കുറിച്ചോർത്താണ് ദുഃഖിക്കുന്നതെന്ന് മകനെ ധരിപ്പിച്ചു. മകൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അമ്മേ, കരയാതിരിക്കൂ. ലോകൈക മൂർത്തിയായ പരമശിവനെ പ്രാർത്ഥിച്ച് ഞാൻ മരണത്തെ തോൽപ്പിക്കും എന്നു പറഞ്ഞുകൊണ്ട് മാർക്കണ്ഡേയൻ സമുദ്രതീരത്തെത്തി. മണ്ണുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി പൂജിച്ചു. അതിനുശേഷം അതിനു മുമ്പിൽ ഇരുന്ന് കഠിനമായ തപസ് തുടങ്ങി. കാലങ്ങൾ കടന്നുപോയി. മാർക്കണ്ഡേയന് 16 വയസ്സ് തികഞ്ഞു. മരണമുഹൂർത്തം അടുത്തു. അപ്പോൾ അവനെ കൊണ്ടുപോകാനായി യമകിങ്കരന്മാർ എത്തി. അവർ ധ്യാനനിരതനായിരിക്കുന്ന മാർക്കണ്ഡേയനോട് ഇപ്രകാരം പറഞ്ഞു: മാർക്കണ്ഡേയ, ഭൂമിയിലെ നിന്റെ വാസം കഴിഞ്ഞു. ഞങ്ങൾ യമകിങ്കരന്മാരാണ്. നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. ദയവായി എൻ്റെ പൂജ മുടക്കരുത്. ശിവപൂജയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇവനെ തൊടുന്നത് പോലും ആപത്താണ്. മാർക്കണ്ഡേയൻ്റെ വാക്ക് കേട്ട് യമകിങ്കരന്മാർ പരസ്പരം ഇങ്ങനെ പറഞ്ഞു: നമുക്ക് മടങ്ങിച്ചെന്ന് യമദേവനോട് ഇക്കാര്യം അറിയിക്കാം. അവർ യമദേവന്റെ അടുത്ത് മടങ്ങിയെത്തി. എന്ത്, നിങ്ങൾ വെറും കൈയോടെ മടങ്ങിയെത്തിയെന്നോ? എങ്കിൽ നാം തന്നെ നേരിട്ട് ചെല്ലാം. യമൻ തൽക്ഷണം മാർക്കണ്ഡേയന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മാർക്കണ്ഡേയൻ തൻ്റെ ഇരുകരങ്ങളും കൊണ്ട് ശിവലിംഗത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന ശിവസ്തോത്രം ചൊല്ലിയിരിക്കുന്നത് കാലൻ കണ്ടു. ഹഹ, മരണത്തെ തോൽപ്പിക്കാൻ നീ ആരാ? കാലൻ ഒരു അട്ടഹാസത്തോടെ ചോദിച്ചു. അപ്പോഴും മാർക്കണ്ഡേയൻ കൈലാസനാഥ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയുമായി ദൃഢമായി ശിവലിംഗത്തെ കെട്ടിപ്പുണർന്നിരുന്നു. തൻ്റെ കർത്തവ്യം പാലിച്ചേ പറ്റൂ എന്ന് കരുതിയ യമൻ തൻ്റെ പാശത്തെ മാർക്കണ്ഡേയനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. യമന്റെ കുരുക്ക് ശിവലിംഗത്തെയും കെട്ടിവരിഞ്ഞു. പെട്ടെന്ന് ശിവലിംഗത്തിൽ നിന്നും ശിവൻ പ്രത്യക്ഷനായി. തന്നെ മുറുകെ പിടിച്ച് വിലപിക്കുന്ന ഭക്തനെ കൊല്ലാൻ കയറുമായി വന്നു നിൽക്കുന്ന കാലനെ കണ്ട് ശിവൻ കോപിഷ്ഠനായി. മാർക്കണ്ഡേയനെ കൊല്ലാൻ ശ്രമിച്ച കാലനെ ശിവൻ തൻ്റെ തൃക്കണ്ണിൽ നിന്ന് ഉയർന്ന കോപാഗ്നിയിൽ ദഹിപ്പിച്ചു. അന്നു മുതൽ ശിവന് മൃത്യുഞ്ജയൻ എന്നും കാലകാലൻ എന്നും പേരുകളുണ്ടായി. കാലകാലൻ എന്ന് പറഞ്ഞാൽ കാലനെ കൊന്ന കാലൻ. അതിനുശേഷം ശിവൻ മാർക്കണ്ഡേയനോട് ഇപ്രകാരം പറഞ്ഞു: ഹേ ഭക്ത മാർക്കണ്ഡേയ, നിന്റെ ഭക്തിയിൽ നാം അതീവ സന്തുഷ്ടനാണ്. അതിനാൽ മരണത്തിനൊരിക്കലും നിന്നെ കീഴടക്കാനാവില്ല. നിനക്ക് എന്നും 16 വയസ്സ് തന്നെ ആയിരിക്കും. നീ ചിരഞ്ജീവി ആയിരിക്കും എന്നും അനുഗ്രഹിച്ചു. എല്ലാം അങ്ങയുടെ അനുഗ്രഹം പോലെ എന്ന് പറഞ്ഞു മാർക്കണ്ഡേയൻ ഭഗവാനെ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു.
അന്നു മുതൽ മാർക്കണ്ഡേയൻ ഭക്ത മാർക്കണ്ഡേയനായി. മകന്റെ തിരിച്ചുവരവ് മാതാപിതാക്കളെ വളരെയേറെ സന്തോഷിപ്പിച്ചു. കാലൻ വധിക്കപ്പെട്ടതിനാൽ ലോകത്തിൽ മരണം ഇല്ലാതായി. ദേവന്മാരാകെ വിഷമിച്ചു. ഈ അവസ്ഥ തുടർന്നാലത്തെ സ്ഥിതി എന്താകും? അവർ പരമശിവനെ കണ്ട് കാലന്റെ അപരാധം പൊറുത്ത് അവനെ പുനർജീവൻ നൽകണമെന്ന് അപേക്ഷിച്ചു. ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ശിവൻ കാലനെ ജീവിപ്പിച്ചു. ഇതാണ് ഭക്ത മാർക്കണ്ഡേയന്റെ കഥ.